കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുന്റെ ലോറി കരയിൽ നിന്ന് 132 മീറ്റർ അകലെയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഐബോർഡ് ഡ്രോണിന്റെ പരിശോധനയിലാണ് കണ്ടെത്തൽ. പുഴയിലെ മൻകൂനിയോട് ചേർന്നുള്ള 4ാമത്തെ സ്പോട്ടിൽ ലോറി എന്നാണ് സൂചന. ക്യാബിൻ തകർന്നിരിക്കാനാണ് സാധ്യത. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഐബോർഡ് പരിശോധനയുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. 4 സിഗ്നലുകളാണ് പുഴയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച സിഗ്നലാണ് ട്രാക്ക് ആവാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ഈ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയായിരിക്കും ഇനി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ദൃക്സാക്ഷി ലോറി ഒഴുകിപ്പോകുന്നത് കണ്ടതായി പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 4ാമത്തെ സിഗ്നൽ ലഭിച്ചത്. പുഴയിലെ അടിയൊഴുക്ക് കാരണം മുങ്ങൽ വിദഗ്ധർ പരിശോധിക്കുന്നതിൽ പ്രയാസമുണ്ട്. അതേസമയം വൃഷ്ടി പ്രദേശങ്ങളിലെ മഴ തുടരുന്നതിനാൽ ഗംഗാവലി നദിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല. അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ്. ബോട്ടുകൾ നിലയുറപ്പിച്ച് നിർത്താൻ പോലും കഴിയാത്തതിനാൽ ഡൈവേഴ്സിന്റെ ജീവന് ഭീഷണിയാകുമെന്നതുകൊണ്ടാണ് നദിയിലെ ദൗത്യത്തിൽ പുരോഗതിയില്ലാത്തത്. മുങ്ങൽ വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാൻ ആലോചന ഉണ്ടെങ്കിലും നിലവിൽ പുഴയിലെ സാഹചര്യം അതിന് അനുകൂലമല്ല. ഡ്രൈജിംഗ് യന്ത്രം ഗോവയിൽ നിന്ന് കടൽ മാർഗം കൊണ്ടുവരാനും കാലാവസ്ഥ തടസ്സമാണ്. അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ദില്ലിയിലെ സ്വകാര്യ കമ്പനിയുടെ നിരീക്ഷണത്തിൽ ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാകും ഡൈവിംഗ് സാധ്യതകൾ തേടുക. നദിയുടെ നടുവിലുള്ള മൻകൂനിയോട് ചേർന്ന് ലോറി ഉണ്ടെന്നാണ് നേരത്തെ മുതൽ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിൽ എത്തി. ഇപ്പോൾ തുടരുകയാണ്. മന്ത്രി AK ശശീന്ദ്രനും ഇന്നെത്തും. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനുള്ള തിരച്ചിൽ അന്തിമ ഘട്ടത്തിലാണെന്നാണ് മന്ത്രി പറഞ്ഞത്. ഷിരൂർ ദൗത്യം ഈശ്വർ മാൽപ്പ ഏറ്റെടുത്തിട്ടുണ്ട്. ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള 8 മുങ്ങൽ വിദഗ്ധരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവർ ഉടൻ പുഴയിൽ ഇറങ്ങുമെന്നാണ് സൂചന ലഭിക്കുന്നത്. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയസമ്പന്നമായ ഉള്ളവരാണിത്. എത്ര അടിയൊഴുക്കുള്ള പുഴയിലും ഇറങ്ങുമെന്നാണ് ഈശ്വർ മാൽപ്പ പറഞ്ഞിട്ടുള്ളത്. മുൻപും സമാനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചു. 1000-ലധികം മൃതദേഹങ്ങൾ മുങ്ങിയെടുത്തിട്ടുണ്ട് എന്നും ഈശ്വർ മൽപ്പ പറഞ്ഞു. ഷിരൂരിലെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആധുനിക സൗകര്യങ്ങളോടെ തുടരുമെന്ന് കേരളം ആവശ്യപ്പെട്ടതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്. അർജുൻ രക്ഷാദൗത്യം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടായാലും ദൗത്യം തുടരുമെന്നും ആവശ്യപ്പെട്ടു. ദൗത്യം അവസാനിക്കുന്നതുവരെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഷിരൂരിൽ തുടരുമെന്നും മന്ത്രി പറഞ്ഞു. അർജുന്റെ കുടുംബമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്ക് ദൗത്യമേഖലയിൽ പ്രവേശനം നൽകണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലെ 3 പേർക്ക് പാസ് നൽകാൻ തീരുമാനമായി. സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അർജുന്റെ കുടുംബത്തിനൊപ്പമാണെന്നും PA മുഹമ്മദ് റിയാസ് പറഞ്ഞു.